ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ വിജയം നേടി ബാഴ്സലോണ കുതിപ്പ് ആരംഭിച്ചു ഈ ഒരു സീസണിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ തോൽവിക്ക് ശേഷം ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. കാരണം അവർ ഇത്രയും നല്ലൊരു സ്ക്വാഡ് ഉണ്ടായിരിക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ലാ ലിഗയിൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കെ ചാമ്പ്യൻസ് ലീഗിൽ വന്നപ്പോൾ ഫസ്റ്റത്തെ മത്സരം തന്നെ തോറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ ഇടയായിരുന്നു. ഇപ്പോൾ ഏതായാലും അവർ ശക്തമായിട്ട് തിരിച്ചു വന്നിക്കുകയാണ്. യങ് ബോയ്സിനോട് 5-0 ഒരു വമ്പിച്ച ഒരു സ്കോറിലാണ് അവർ മത്സരം അവസാനിപ്പിച്ചിട്ടുള്ളത്. റഫീന അതുപോലെ ലെവൻഡോസ്കി പോലുള്ള താരങ്ങളാണ് ബോയ്സൊക്കെ വേണ്ടിയിട്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 5 ഗോൾ. ഈ ഒരു പ്രാവശ്യത്തെ സീസണിൽ കുതിക്കുന്ന മികച്ച 2 ടീമുകളിൽ ഒന്നാണ് ബാഴ്സലോണ. അതുപോലെ ലാ ലിഗയിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് അതിനെക്കാട്ടും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ലാ ലിഗയിലാണ് കാര്യമായിട്ട് രണ്ടാളും തോൽവി അറിയാതെ മത്സരങ്ങളോളം കഴിഞ്ഞതിപ്പോൾ ഒരുപാട് മത്സരങ്ങൾ അല്ലേ. ഇപ്പോൾ എൽ ക്ലാസിക്കോയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ അവരെ മത്സരങ്ങൾ കണ്ടു, റയലിൻ്റെയും ബോയ്സിൻ്റെയും. ലാ ലിഗയിൽ കണ്ടു. ഇനി നമുക്ക് അവരെ കാണേണ്ടത് എൽ ക്ലാസിക്കോൻ്റെ മൈതാനത്താണ്. റയലും ബോയ്സും തമ്മിൽ നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഈ സ്ക്വാഡുകൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യമാണ് ഇനി നമുക്കറിയേണ്ടത്. വിനീഷ്യസ് ജൂനിയർ, എൻട്രിക്ക്, അതുപോലെ ബെല്ലിംഗ്ഹാം, എംബാപ്പെ, ലാസ്റ്റ് ടീമിലെത്തിയ എംബാപ്പെ ഉൾപ്പെടെ മികച്ച ഒരു സ്ക്വാഡുമായിട്ട് തോൽവി അറിയാതെ കുതിക്കുന്ന റയൽ മാഡ്രിഡും, റഫീന, യാമിൻ യമാൽ, നമ്മളെ 17-കാരനായ യമാൽ, റെക്കോർഡുകൾ മറികടന്ന് വരുന്ന യമാൽ, ലെവൻഡോസ്കി പോലുള്ള മികച്ച ഒരു സ്ക്വാഡുമായിട്ട് മുന്നേറുന്ന ബാഴ്സയും തമ്മിലുള്ള ഒരു എൽ ക്ലാസിക്കോ. അതാണ് ഇനി അടുത്ത ഫീല്. ഫുട്ബോൾ ആസ്വാദകർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച അടുത്ത ഫീല് ആ ഒരു എൽ ക്ലാസിക്കോ മത്സരം. പഴയ മെസ്സി, റൊണാൾഡോ കാലഘട്ടത്തിലുള്ള എൽ ക്ലാസിക്കോൻ്റെ ആ ഒരു ഫീല് കുറച്ചെങ്കിലും നമുക്കിതിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം 2 ടീമും ബെറ്ററാണ്, ഏറ്റവും മികച്ച സ്ക്വാഡാണ്. അപ്പോൾ ഏതായാലും ബാഴ്സ ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 5-0 ഒരു മികച്ച സ്കോറോട് കൂടിയാണ് അവർ കഴിഞ്ഞ മത്സരത്തിലെ തോൽവി അടക്കം മറക്കാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു പെർഫോമൻസ് അവർ ഇന്നലെ യങ് ബോയ്സിനെതിരെ കാഴ്ചവെച്ചിട്ടുള്ളത്.